എങ്കിലും ഭയപ്പെടുത്തുന്ന രാമനാരായണന്റെ കൊലപാതകം മലയാള മനസ്സുകളിൽ ഒരു വലിയ ഇരുട്ടിന്റെ മറ സൃഷ്ടിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെല്ലാം ബംഗ്ലാദേശി ക്രിമിനൽസ് ആണെന്ന തരത്തിലുള്ള അന്ധവിശ്വാസം കേരളക്കരയിൽ പറഞ്ഞു വരുത്തിയത് ആരാണ്? അത് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് മാത്രമാണല്ലോ വെറും 31 വയസ്സ് മാത്രമുള്ള 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായ ഒരു തൊഴിലിനു വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്ന അധ്വാനിച്ച് തന്റെ കുടുംബം പോറ്റാൻ വന്ന രാമനാരായണന്റെ കൊലയ്ക്ക് പിന്നിലെ പ്രധാന മോട്ടിവേഷൻ. രാമന്റെ കുടുംബവും കുഞ്ഞുങ്ങളും ഇന്ന് അവരുടെ അച്ഛന്റെ നുറുങ്ങിയ എല്ലും കഷ്ണങ്ങൾ അടങ്ങിയ മൃതദേഹത്തിനായി കാത്തിരിക്കുമ്പോൾ കൊലപാതകരുടെ കുടുംബവും കുഞ്ഞുങ്ങളും അതിലും ഭീകരമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കൊലയാളിയുടെ കുടുംബം എന്ന അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി ഇനിയുള്ള കാലം അത്രയും ജീവിക്കേണ്ടി വരുന്ന ദയനീയ അവസ്ഥ ഇനി ഒരു കുടുംബത്തിനും ഉണ്ടാവാതിരിക്കട്ടെ. ഓർക്കുക, ലോകമെമ്പാടും മലയാളികളുണ്ട്. അന്യ സംസ്ഥാനക്കാരായും അന്യരാജ്യ തൊഴിലാളികളായും. കർമ്മ ഒരു ബൂമറാങ് ആവാതിരിക്കാൻ പ്രാർത്ഥിക്കുകയല്ലാതെ പാലക്കാട്ടുകാരനായി എനിക്ക് ഇതിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. അതിനോടൊപ്പം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം, എന്റെ അനുഭവത്തിൽ റിയൽ പാലക്കാട്ടുകാർ വളരെ നല്ല മനുഷ്യരാണ്. ഈ ഫാസിസ്റ്റ് കൊലയാളി ഗുണ്ടകളും പാലക്കാട്ടുകാരുടെ പൊതു സ്വഭാവമായി യാതൊരു ബന്ധവുമില്ലെന്ന് വിളിച്ചു പറയേണ്ട ഗതികേടോർത്ത് ഞാൻ സ്വയം ലജ്ജിക്കുന്നു.